ഏറ്റവും ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഡിസ്കസ് ചെയ്യുന്ന സെഷനാണിത്. ഹിന്ദു പത്രത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ഡെയിലി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സെഷനാണ്. ആദ്യത്തെ ന്യൂസ് GDP ടു ഗ്രോ 6.5% ഇൻ 2023-24 സർവേ. അപ്പോൾ എക്കണോമിക് സർവേ റിലീസ് ആയിട്ടുണ്ട് ഈ വർഷത്തെ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 2023-24 ഫിനാൻഷ്യൽ ഇയറിലെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 6.5% എന്നാണ് പറയുന്നത്. കോവിഡിൻ്റെ പോസ്റ്റ് കോവിഡ് റിക്കവറി നന്നായി നടക്കും എന്ന രീതിയിലാണ് പറയുന്നത്. ഇതിൽ GDP എന്താണ്? GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാണ്. ഒരു ഇന്ത്യ എന്ന് പറയുന്ന ടെറിട്ടറി, ഒരു ബൗണ്ടറി ടെറിട്ടറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സർവീസസും ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്തോ അതിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് മണി ആണ് GDP. ഈ പറഞ്ഞ കമ്പാരിസൺസിനും ഗ്രോത്തിൻ്റെയൊക്കെ പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ വാല്യൂ ഓഫ് ഓൾ ദി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ്, പർട്ടിക്കുലർലി ഇൻ എ കൺട്രി വിച്ച് ഈസ് എ ജോഗ്രഫിക് ബൗണ്ടറി. ഒരു ജോഗ്രഫിക് ബൗണ്ടറി ആയിട്ടുള്ള ഇന്ത്യൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഗുഡ്സ് ആണോ സർവീസസ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെയൊക്കെ ടോട്ടൽ വാല്യൂ ഇൻ മണി, ഇൻ ടേംസ് ഓഫ് മണി ആണ് GDP എന്ന് പറയുന്നത്. GDP വേഴ്സസ് GVA എന്ന് പറഞ്ഞാൽ എന്താണ്? GDPയും GVAയും തമ്മിൽ രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. GVA എന്താണ്? GVA എന്ന് പറഞ്ഞാൽ ഗ്രോസ് വാല്യൂ ആഡഡ് ആണ്. ഒരു സെക്ഷൻ്റെ, ഇപ്പോൾ ഇന്ത്യ ആസ് സച്ച് പറയാതെ ഇൻഡസ്ട്രിയിലെ, മാനുഫാക്ചറിങ്ങിൻ്റെ, കോളിൻ്റെ, അങ്ങനത്തെ ഓരോ സെക്ഷൻ വൈസ് ഔട്ട്പുട്ടിനെ കുറിച്ചാണ് പറയുന്നത് GVA എന്ന് പറയുന്നത്, ഗ്രോസ് വാല്യൂ ആഡഡ്. അടുത്ത ന്യൂസ് പറയുന്നത് തമിഴ്നാട് ഗവൺമെൻറ് പ്ലാൻസ് മ്യൂസിയം മറ്റ് മെമ്മോറിയൽ ഫോർ ഫോർമർ CM കരുണാനിധി ഓൺ മറീന. അപ്പോൾ കരുണാനിധിയായി ബന്ധപ്പെട്ട് ഒരു ഫോമർ ചീഫ് മിനിസ്റ്ററാണ് കരുണാനിധി. അദ്ദേഹത്തിൻ്റെ പേരിലൊരു മെമ്മോറിയൽ, ഒരു മ്യൂസിയം പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ്. അടുത്ത ന്യൂസ് PM KS ഫണ്ട് അഡ്മിനിസ്ട്രേറ്റഡ് ലൈക്ക് PM's നാഷണൽ റിലീഫ് ഫണ്ട് HC ടോൾഡ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഈ രണ്ട് ഫണ്ടിൻ്റെയും അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആരാണ്, ഇത് രണ്ട് ഫണ്ടിൻ്റെയും എന്താ പറയുക, ഹെഡ് ആരാണ്, ചെയർ ആരാണ്, ചെയർമാൻ ആരാണ് എന്നുള്ളതാണ്. PM KS ഫണ്ടിൻ്റെയും PM നാഷണൽ റിലീഫ് ഫണ്ടിൻ്റെയും ചെയർ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്, പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അടുത്ത ന്യൂസ്, അടൂർ റിസൈൻസ് ആസ് ചെയർമാൻ ഓഫ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ബീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് സ്റ്റോം ഫോളോയിങ് എ പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് ബൈ സ്റ്റുഡൻസ് ഡിമാൻഡിങ് ദ റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടർ ശങ്കർ മോഹൻ ഫോർ അലീഗ്ഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് അലിഗേഷൻസ് ഒക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെച്ചു എന്നതാണ് ന്യൂസ്. അടൂർ റിസൈൻസ് ആസ് ചെയർമാൻ ഓഫ് ദ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള. അപ്പോൾ ഇത് എവിടെയാണെന്നുള്ളത് നോക്കാം. KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് കോട്ടയം. ഫിലിം മേക്കർ അടൂർ ഗോപാലകൃഷ്ണൻ സ്റ്റെപ്പ് ഡൗൺ ആസ് ചെയർമാൻ ആണ്, കോട്ടയത്താണ്. ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത് പോളിസി ഫോളി എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ്റെ ടെററിസവുമായി ബന്ധപ്പെട്ട പോളിസികൾ എത്രമാത്രം ഒരു എന്താ പറയുക എഫക്റ്റീവ് അല്ലാത്ത സൈഡിലാണ് എന്നുള്ളതാണ്. അവർക്ക് തന്നെ വിനയായി വരുന്ന പോളിസീസാണ് അവർക്ക് ടെററിസവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളത് കാണിക്കുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പാക് സ്റ്റാൻഡ് ഓൺ ടെററിസം എന്ന് പറയുന്നത്, ഇപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നിലയുറപ്പിച്ച സമയത്ത് അതിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നൊരു ടെൻഡൻസിയാണ് പാകിസ്ഥാൻ്റെ കണ്ടിരുന്നത്. പക്ഷേ ഈ പറയുന്ന താലിബാൻ്റെ തന്നെ വേറൊരു ബ്രദർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള തെഹരീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ TTP എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പാകിസ്ഥാനിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈയിടയ്ക്കുള്ള പെഷ്വാറിലെ ബ്ലാസ്റ്റ് അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാക്കിയപ്പോഴാണ് അവർക്ക് ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്തതിന് അത്രമാത്രം മോശം ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെ സപ്പോർട്ട് താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ്റെ ടെൻഡൻസി, അതുപോലെ തന്നെ പെഷ്വാറിലെ ബ്ലാസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന എഡിറ്റോറിയലാണ്. എഡിറ്റോറിയൽ നമ്മൾ വേറെ തന്നെ ഒരു സെഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സമ്മറി. അതായത് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ എല്ലാതരം എക്കണോമിക് പാരാമീറ്റേഴ്സിൽ താഴെ പോകുന്ന പാകിസ്ഥാൻ ഇനിയെങ്കിലും ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ടെററിസവുമായി ബന്ധപ്പെട്ട പോളിസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടെററിസത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ പാരാമീറ്റേഴ്സിൽ ഒരു ഉന്നമനം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പോളിസി ഷിഫ്റ്റ് വേണമെന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. കൊളീജിയൻ റെക്കമെൻഡ്സ് 2 more new judges ഫോർ സുപ്രീം കോർട്ട്, ജസ്റ്റിസ് രാജേഷ് ബിൻഡാൽ ആൻഡ് ജസ്റ്റിസ് അരവിന്ദ് കുമാർ. അപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം, കൊളീജിയം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കൊളീജിയമാണെന്നാണ്. കൊളീജിയം എന്ന് പറയുന്നത് സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഉൾപ്പെടുന്ന ഒരു പാനലാണ്. ആ പാനലാണ് ജഡ്ജസിൻ്റെ ട്രാൻസ്ഫർ അതുപോലെ തന്നെ ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊളീജിയം സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. പാകിസ്ഥാനിലെ ബ്ലാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. മോസ്ക് ബ്ലാസ്റ്റ് ടോൾ ഹിറ്റ്സ് 100, പാക് ബ്ലെയിം സെക്യൂരിറ്റി ലാപ്സ്. അപ്പോൾ ഈ പറയുന്ന ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാകിസ്ഥാൻ്റെ സപ്പോർട്ട് അവർക്ക് തന്നെ വിനയായി വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെഷ്വാറിലെ മോസ്കിൽ ബ്ലാസ്റ്റ് നടന്നിരിക്കുകയാണ്, 100 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യ ഹാസ് എ റെക്കോർഡ് ടു പ്രൊട്ടക്ട് ന്യൂസിലാൻഡ് വിൽ കീപ് കീൻ ടു ബ്രേക്ക് ഇറ്റ് എന്ന് പറയുന്നത്, വിൽ ബി കീൻ ടു ബ്രേക്ക് ഇറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ന്യൂസിലാൻഡ് T20 സീരീസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ T20 ബൈലാറ്ററൽ സീരീസിലും 12 മത്സരങ്ങളായിട്ട് ഇന്ത്യ തോക്കാതെ
ഒരു മാരത്തോൺ വിന്നിലാണുള്ളത്. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ന്യൂസിലാൻഡും അത് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയും ശ്രമിക്കുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇത്ര മാത്രമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ, ടേക്ക് കെയർ.